നമ്മൾ കാനഡയിലുള്ളൊരു വിഷയമാണ് നോക്കുന്നത്. അതിൽ നമ്മൾ ഈ കാനഡ വിഷയത്തിൽ ഈ ഖാലിസ്ഥാനികളുടെ ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, മാസങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. എന്നാൽ ആ ഒരു വിഷയത്തിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അർഷ് ദലാൽ എന്ന് പറഞ്ഞ ഒരു ഖാലിസ്ഥാനി തീവ്രവാദി, ഇവനെ ഇന്ത്യയിലേക്ക് തരണമെന്ന് ചോദിച്ചുകൊണ്ട് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് കാനഡയ്ക്ക് റിക്വസ്റ്റ് അയച്ചിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഈ ആശാൻ കാനഡയിൽ അറസ്റ്റിലാണ്, ഇപ്പം കസ്റ്റഡിയിലാണുള്ളത്. ഒൻറ്റാരിയോ കോർട്ടിൽ ഇപ്പം ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വിധി എന്താവും നമുക്കറിയത്തില്ല. എന്നാൽ ഇവനെ കാനഡയിൽ തന്നെ ഒരു ഷൂട്ടിംഗ് കേസിലാണ്, ഒരു വെടിവെപ്പ് കേസിലാണ് ഇവനെ പിടിച്ചകത്താക്കിയിരിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോ ഇതൊക്കെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഇന്ത്യ കൃത്യമായിട്ട് ഇത് കാണുകയും മോണിറ്റർ ചെയ്യുകയും ഇന്ത്യ ഇവനെ എക്സ്ട്രാഡിറ്റ് ചെയ്ത് ഇന്ത്യക്ക് അയക്കണം. ഇവിടെ 50-ലധികം കേസ് ഇവന്റെ പേരിലുണ്ട്. ക്രിമിനൽ കേസ്, മർഡർ കേസ്, മർഡറിന് അതായത് കൊലപാതക കേസ്, കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയ കേസ്, 50-ൽ പരം ക്രിമിനൽ കേസുകൾ ഇവന്റെ പേരിൽ ഉണ്ടെന്നുള്ളതാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവനൊരു പക്ക ഖാലിസ്ഥാനി തീവ്രവാദിയാണ്. ഖാലിസ്ഥാനി ടൈഗർ ഫോഴ്സ് എന്നാണ് ആ ഒരു സംഘടനയുടെ പേര്, ഖാലിസ്ഥാനി ടൈഗർ ഫോഴ്സ്. അതിലെ ഒരു അംഗമാണ് ഇവൻ. ഇതിലെ ഏറ്റവും വലിയൊരു കമാൻഡറാണ് ഇവനാണ്, ഏറ്റവും വലിയ നേതൃത്വം കൊടുക്കുന്നത് ഈ ഒരു സംഘടനയ്ക്ക്. അപ്പൊ ഇവനെ കിട്ടുക എന്നുള്ളത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് പോയിരിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോ ഇത് രഹസ്യമായിട്ട് ഇതൊക്കെ ഒളിച്ചു വെച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് ഇന്ത്യൻ ഗവൺമെന്റ് നല്ല രീതിയിൽ തന്നെ അത് അറിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുന്നതാണ്. ഇത് 5 ഐസിന്റെ ഇന്ത്യയോട് കാണിച്ച ഒരു പരിപാടി ഉണ്ടല്ലോ ഈ കാനഡയെ വെച്ചിട്ട്, അതിനുള്ളൊരു മറുപടിയായിട്ട് തന്നെ നമുക്ക് ഇതിനെ കരുതാം. കാരണം ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യ ഇത് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകണം. ഇത് എസ്കലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേ ഈ മറ്റുള്ളവർക്കും കൂടെ മനസ്സിലാവുള്ളൂ. കാരണം ഈ കാനഡയിലെ ഖാലിസ്ഥാനി വിഷയവും അത് ഇന്ത്യയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതും ഇന്റർനാഷണലി ഉള്ള മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്, ഇവർക്ക് എന്താണ് വേണ്ടത്, ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഡെമോക്രാറ്റിക് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെങ്കിൽ കൊടുക്കണം എന്നുള്ള രീതിയിലേക്കായിരിക്കും പല ആൾക്കാരും കമന്റ് ചെയ്യുന്നത്. ഞാൻ ഇന്ത്യക്കാരെ അല്ല പറയുന്നത്, പൊതുവെ വെളിയിലുള്ള ആൾക്കാർ അങ്ങനെയാണ് കാണുന്നത്. കാരണം കാനഡയിലാണല്ലോ വിഷയം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ വിഷയം നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇവന്റെ പ്രധാനപ്പെട്ട ക്രിമിനൽ ആക്ടിവിറ്റി, അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെതിരെയൊക്കെ അവർ ആരോപിച്ചില്ലേ, ഇത് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ഇതൊക്കെ മോണിറ്റർ ചെയ്യും. അത് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് അല്ല മോണിറ്റർ ചെയ്യുന്നത്, ഇന്റലിജൻസ് ഇത് മോണിറ്റർ ചെയ്യും എന്നുള്ളതാണ്. ഒരു രാജ്യത്തിന്റെ സീക്രട്ട് ഏജൻസി എന്ന് പറഞ്ഞാൽ അവർ സീക്രട്ട് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് സീക്രട്ട് ഏജൻസിയിൽ വന്ന് ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള പെർമിഷൻ തരണം എന്നൊക്കെ പറഞ്ഞ ബാലിശമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെയാണ് ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ചത്. അതും അവരുടെ TV ചാനലിൽ നിന്ന് എഴുന്നള്ളിക്കുകയാണ് ചെയ്തത്. ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഇന്റലിജൻസിന്റെ ഉള്ളിൽ മറ്റൊരു രാജ്യത്തിനെ വിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കും? ഒരിക്കലും ഇല്ല. ഈ ഖാലിസ്ഥാനി ടെററിസ്റ്റില്ലേ ദല്ലാൽ, അവന്റെ പരിപാടി അർഷ് ദല്ലാൽ, ഇവന്റെ ഫുൾ നെയിം അർഷ്ദീപ് സിംഗ് ഗിൽ എന്നാണ്. അപ്പൊ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇവൻ അവിടെ എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇവൻ യങ്സ്റ്റേഴ്സിനെ റിക്രൂട്ട് ചെയ്യാന്നുള്ളതാണ്. കാനഡയിലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പഞ്ചാബികളെ ഖാലിസ്ഥാനി ഫോഴ്സിന് വേണ്ടിയിട്ട് ഇവൻ റിക്രൂട്ട് ചെയ്യാണ്. അതും നല്ല യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവൻ തെരഞ്ഞുപിടിച്ച് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ഇവൻ കൂടുതലും കൺവിൻസിംഗ് ആയിട്ട് ആൾക്കാരെ ചാക്കിട്ട് പിടിക്കുന്നത്. കാനഡയിൽ ഇവന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ടാർഗറ്റഡ് കില്ലിംഗ് ആണ്. അത് ആൾക്കാരെ കൊട്ടേഷൻ വർക്ക്, അത് തന്നെ സംഭവം, വേറെ എന്ത്. ഇവനെ ഇപ്പോഴാണല്ലോ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ ഗവൺമെന്റ് ഏതാണ്ട് ജൂലൈ 2023 തന്നെ ഇവന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാഡിഷൻ റിക്വസ്റ്റ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തതാണ്. പക്ഷെ അന്ന് ജസ്റ്റിൻ ട്രൂഡോ തരാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് എനിക്ക് അറിഞ്ഞൂടാ ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ എന്താണ് തീരുമാനം ഇങ്ങനെ എടുക്കുന്നുള്ളത്. ഒരു രാജ്യം ഒരു പ്രതിയെ വേറൊരു രാജ്യത്തിലോട്ട് കൈമാറുന്നതിന് ചില കടമകളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവനെതിരെ റെഡ് കോർണർ ലുക്കൌട്ട് നോട്ടീസ് ഓൾറെഡി ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്റർപോളില് റെഡ് കോർണർ ലുക്കപ്പ് നോട്ടീസിൽ ലിസ്റ്റിലുള്ള ആളാണ് ഈ തീവ്രവാദി. അപ്പൊ ഇങ്ങനത്തെ തീവ്രവാദികളെയൊക്കെ സംരക്ഷിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഇന്ത്യ ഇട്ട ഈ ഒരു എക്സ്ട്രാഡിഷൻ റിക്വസ്റ്റ് നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇത് വഴിവെക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് എക്സ്റ്റേണൽ മിനിസ്ട്രി ജയശങ്കറിന്റെ അതായത് സ്പോക്സ് പേഴ്സൺ രൺധീർ സിംഗ് ജയ്സ്വാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ത്യ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാനഡയുടെ റെസ്പോൺസിന് വേണ്ടിയിട്ട്. കാനഡയുടെ സൈഡിൽ നിന്ന് ഇതുവരെ റെസ്പോൺസ് ഒന്നും വന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ചെറിയൊരു അപ്ഡേറ്റ് തരാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.